ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വിശേഷം പറഞ്ഞോട്ടെ. കണ്ണൂരിൽ നിന്നും വേദിക എന്ന് പറയുന്നൊരു പെൺകുട്ടി, ഒരു കൊച്ചു പെൺകുട്ടിയാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. വേദിക എന്താണ് എഴുതിയിട്ടുള്ളതെന്നോ, എൻ്റെ അമ്മ മാഡത്തിൻ്റെ വീഡിയോ കാണാറുണ്ട്, കൂടെ ഇരുന്ന് ഞാനും കാണും, അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെ ഞാൻ മാഡത്തിന് നമ്പർ തേടി പിടിച്ചു. ഇന്നാണ് നമ്പർ കിട്ടിയത്. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ മെസ്സേജ് വിടുന്നത്. ഇത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷത്തെക്കാളധികം അതിശയമാണ് തോന്നിയത്. എൻ്റെ വീഡിയോ മിക്കവാറും കാണുന്ന ആളുകൾ ഒരു 30 വയസ്സിന് മുകളിലുള്ളവരാണ്. അത് പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൺസാണ് ധാരാളമായിട്ട് കാണുന്നത്. ചെറുപ്പക്കാരും കാണാറുണ്ട്, വളരെ അപൂർവമായിട്ട്. ചിലരൊക്കെ എൻ്റെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇതിനോട് എങ്ങനെ ഇത്ര താല്പര്യം വന്നു എന്ന് ആലോചിച്ചപ്പോൾ ശരിക്ക് അത്ഭുതം തോന്നി. എന്തായാലും എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു മെസ്സേജാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഡോക്ടർ ഫെഡോർ ഗ്രിഗോർവിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അധികം നാളുകളായിട്ടില്ല. എങ്ങനെയാണ് അദ്ദേഹം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായത് എന്ന് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ പ്രായോഗികമാക്കി. അതിൽ നിന്ന് വലിയൊരു റിസൾട്ട് ഉണ്ടായി. കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ, അല്ലെങ്കിലും അങ്ങനെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അദ്ദേഹം 102 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച ഡോക്ടറാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ ജീവിതത്തിൽ വെള്ളത്തിനുള്ള പ്രാധാന്യം. നമ്മുടെ ശരീരത്തിൻ്റെ 60% വെള്ളമാണ്. ശരീരത്തിനകത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ വെള്ളം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കണം. നമ്മളും വെള്ളം കുടിക്കാറുണ്ട്. ഈ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്നോ, നമ്മൾ വെള്ളം കുടിക്കുമ്പോഴേ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. ഈ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടോ. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കൃത്യമായി വെള്ളം കുടിക്കുന്നു എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ വെള്ളം കുടിക്കുന്നതിൽ ധാരാളം തെറ്റുകൾ വരുത്തുന്നുണ്ട്. ആ തെറ്റുകൾ തിരുത്തിയപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ എന്തായാലും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ 7 മിസ്റ്റേക്സാണ് ഷെയർ ചെയ്യുന്നത്. മിസ്റ്റേക്സ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് തിരുത്താൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകളും നമുക്ക് സംഭവിക്കാറുണ്ട്, നമ്മൾ തിരുത്താറുമുണ്ട്. തിരുത്തിയാൽ റിസൾട്ട് കിട്ടാൻ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഇക്കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. തിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ 7 ദിവസത്തിനകം ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യമാണിത്. ചിലപ്പോൾ 7 ദിവസം പോലും വേണ്ടി വരില്ല. 1-2 ദിവസത്തിനകം ശരീരത്തിൽ ആ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്ക്, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക. ഇതെനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളൊരു തെറ്റാണ്. എൻ്റെ ചെറുപ്പകാലത്തെ തിരക്കുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാനൊക്കെ മറന്നു പോകും. അന്ന് ചെറുപ്പമായതുകൊണ്ട് ശരീരത്തിന് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷെ അത് അന്നേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറേയും കൂടി ഹെൽത്തി ആയേനെ എന്നൊരു ചിന്ത എനിക്കിപ്പോഴും ബാക്കിയുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ആ തെറ്റ് തിരുത്തിയിട്ടുണ്ട്. ഇതിൽ ആവശ്യമുള്ള വെള്ളം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 60%-ലധികം വെള്ളമാണ്. ഇതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വെള്ളം വളരെ ആവശ്യമാണ്. വെള്ളം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ ഫ്ലോ കുറയും. അങ്ങനെ നമുക്ക് ക്ഷീണം ഫീൽ ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം അത് കിലോഗ്രാമിൽ കണക്കാക്കുക. ഇപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാരം 52 കിലോഗ്രാമാണ്. ആ ഭാരത്തെ ഒരു 35 മില്ലി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഞാൻ കുടിക്കേണ്ട വെള്ളം. അങ്ങനെ ഞാൻ കണക്കാക്കിയപ്പോൾ എനിക്ക് ഏകദേശം 2 ലിറ്റർ വെള്ളം കുടിക്കണം. പക്ഷേ ശരീരഭാരം അനുസരിച്ച് ഓരോരുത്തർക്കും അതിൽ വ്യത്യാസം വരും. പിന്നെ ഇത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ്. ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽക്കുലേഷനും ചിലപ്പോൾ അതിൻ്റെ അടുത്ത് നടക്കില്ല. ഇത് ഏകദേശം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ ഒരു കണക്കാണ്. കാരണം വെള്ളം ഒരുപാട് കുടിച്ച് നമ്മുടെ അവയവങ്ങൾക്ക് ഓവർലോഡ് ഉണ്ടാകാനും പാടില്ല. പക്ഷേ ഈ ഒരു കണക്കനുസരിച്ച് വെള്ളം കുടിച്ച് നമ്മൾ നോക്കണം, നമ്മുടെ ശാരീരികാവസ്ഥ എങ്ങനെയുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഊർജം കിട്ടുന്നുണ്ടോ, ക്ഷീണം വീണ്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം. അങ്ങനെ നമ്മൾ കണ്ടെത്തണം നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം വെള്ളം വേണം. എനിക്ക് ഏകദേശം 2 ലിറ്ററാണെന്ന് ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. 2 ലിറ്റർ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള വെള്ളം കുടിച്ചിരിക്കണം. നമ്മുടെ ശരീരത്തിൽ നിന്നും
ഒരുപാട് ജലാംശം എല്ലാ ദിവസവും നഷ്ടപ്പെടുന്നുമുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ മിസ്റ്റേക്ക്, വെള്ളം വളരെ ഫാസ്റ്റായിട്ട് കുടിക്കുക. അത് നമ്മൾ പലരും ചെയ്യാറുണ്ടല്ലേ. വെള്ളമല്ലേ ഇത്, ഫാസ്റ്റായിട്ട് കുടിച്ചാൽ എന്താ കുഴപ്പം? പക്ഷെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പണ്ടുള്ളവർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പച്ചവെള്ളം കുടിക്കുകയാണെങ്കിൽ ചവച്ചരച്ച് കുടിക്കണം. നമ്മൾ ഈ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ സ്ട്രോയൊക്കെ ഇട്ട് പതുക്കെ പതുക്കെ സിപ്പ് ചെയ്തല്ലേ കുടിക്കാറ്. പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അങ്ങോട്ട് കുടിക്കും. വാഹനങ്ങളിലെ ആ എൻജിൻ സുഗമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ സഹായിക്കുന്നത് ഓയിലല്ലേ. അതുപോലെയുള്ള ഒരു ദൗത്യമാണ് വെള്ളത്തിനുള്ളത്. അപ്പോൾ അത് എല്ലാ ഭാഗങ്ങളിലേക്കും കൃത്യമായിട്ട് ചെല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് വളരെ സാവകാശം കുടിക്കുക. മൂന്നാമത്തെ മിസ്റ്റേക്ക്, കുറേ അധികം വെള്ളം ഒറ്റയടിക്ക് അങ്ങോട്ട് അകത്താക്കുക. അത് ചിലർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഒരു 1.5-2 ലിറ്റർ വെള്ളം കുടിക്കുക. എനിക്ക് ഇത് കാണുമ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇത് ഇൻറ്റേർണൽ ഓർഗൻസിന് പ്രശ്നം ഉണ്ടാക്കുന്നതല്ലേ, വല്ലാത്തൊരു ഓവർലോഡിങ് അല്ലേ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അങ്ങനെയല്ലേ, ഒരുപാട് ആഹാരം ഒരുമിച്ച് കഴിച്ചാൽ അത് ഓവർലോഡല്ലേ. അതുപോലൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകില്ലേ. ഏതായാലും ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല. നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. ഇത് നമ്മൾ ഉറപ്പാക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാ, ഒരു വാട്ടർ ബോട്ടിൽ അത് നമ്മുടെ ഒരു സന്തത സഹചാരിയായിട്ട് മാറണം. നമ്മൾ മൊബൈലൊക്കെ ഇങ്ങനെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കില്ലേ, അതുപോലെ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒന്നാണ് വാട്ടർ ബോട്ടിൽ. ഈ വാട്ടർ ബോട്ടിലിലെ വെള്ളം നമ്മൾ സ്വന്തമായിട്ട് കുടിക്കുകയും വേണം കേട്ടോ. നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുള്ളത്, ഇതൊന്നും ആരുടെയും കയ്യിലുണ്ടാവില്ല. ആരെങ്കിലും കുടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഒരുപാട് ആവശ്യക്കാർ കൂടുകയും ചെയ്യും. അപ്പോൾ വെള്ളം അകത്ത് ചെല്ലണം എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ വാട്ടർ ബോട്ടിലാക്കി കൊണ്ട് നടക്കരുത്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാനൊരു മെറ്റാലിക് ഫ്ലാസ്കിലാണ്, ചെറിയ ഫ്ലാസ്കിലാണ് വെള്ളം കൊണ്ട് നടക്കാറ്. ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഹിക്കുക. കാരണം വെള്ളം ഇങ്ങനെ ഇടയ്ക്ക് കുടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ശരീരം എപ്പോഴും ഇങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. അത് നല്ല സുഖമുള്ളൊരു ഫീലിംഗ് നമുക്ക് തരും. നമ്മളെപ്പോഴും എനർജൈസ്ഡ് ആയിരിക്കുകയും ചെയ്യും, ക്ഷീണം ഉണ്ടാവില്ല. ഇനി നാലാമത്തെ മിസ്റ്റേക്ക്, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് 1 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 1 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ടോ? ഇങ്ങനെ കുടിക്കുന്നില്ലെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പം എൻ്റെ ഒരു മിസ്റ്റേക്കാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്നോ, ഈ രാത്രി ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ റിപ്പയർ വർക്കുകളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നത്. അതിനെന്തായാലും വെള്ളത്തിൻ്റെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണം. 1 മണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കാനാണ് ഡോക്ടർ പറയുന്നതെങ്കിലും അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രായമായി കഴിയുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാഷ്റൂമിൽ പോകേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഉറക്കത്തിന് ചിലപ്പോൾ തടസ്സം നേരിട്ടേക്കാം. അതിന് നമുക്ക് ചെയ്യാവുന്നത് 2 മണിക്കൂർ മുമ്പേ കുടിക്കാം. പിന്നെ പ്രായമായവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ ഒരു 60-70% 4 മണിക്ക് മുമ്പേ തന്നെ അങ്ങ് കുടിച്ചേക്കുക. ഇതൊരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഞാൻ രാത്രി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു 3 മണിക്കുള്ളിൽ ഏകദേശം കുടിക്കേണ്ട വെള്ളമെല്ലാം കുടിച്ചിരിക്കും. പിന്നെ അങ്ങോട്ട് അധികം വെള്ളം കുടിക്കാറില്ല. പക്ഷേ കുറച്ച് വെള്ളം കിടക്കുന്നതിന് മുമ്പ് കുടിക്കണം. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആക്കാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. മിസ്റ്റേക്ക് നമ്പർ 5, ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കുക. വലിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ അത്. കാരണം വെള്ളത്തോടൊപ്പം ഭക്ഷണം ഇങ്ങനെ വിഴുങ്ങുമ്പോൾ ദഹനം ശരിയായിട്ട് നടക്കില്ല. ദഹനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം വായിലിട്ട് ഉമിനീരുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളത്തോടൊപ്പം വിഴുങ്ങിയാൽ അത് നല്ല എളുപ്പമാണ്. പക്ഷേ ഈ ദഹനത്തിന് തടസ്സം നേരിടും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ, ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പോ 1/2 മണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ കുറേ പേർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മേശയിൽ ഇങ്ങനെ വെള്ളം വെക്കുന്നത് പലപ്പോഴും വലിയൊരു ശല്യമാണ്. ഇത് 1/2 മണിക്കൂറിന് മുമ്പോ 1/2 മണിക്കൂറിന് ശേഷമോ ചെയ്താൽ ദഹനവും നന്നായിട്ട് നടക്കും, കുറേ അസൗകര്യം ഒഴിവായും കിട്ടും. ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് ആമാശയത്തിലേക്ക് എത്തുന്നതാണ് നല്ലത്. ഞാനൊരിക്കലും ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാറില്ല. നേരത്തെ കുടിച്ചിരുന്നു, ഇത് മനസ്സിലാക്കിയ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി മിസ്റ്റേക്ക് നമ്പർ 6, അത് കുറച്ച് ഗൗരവമുള്ളതാണ് കേട്ടോ. തണുത്ത വെള്ളം കുടിക്കുക. ചിലർക്കത് ഹരമാണ്. ഞാൻ ചില ഫ്രണ്ട്സിൻ്റെ കൂടെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഇവർ നല്ല തണുത്ത വെള്ളം കൊണ്ടുവരാൻ വെയിറ്ററോട് ആവശ്യപ്പെടും. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുമെന്നോ, കുറേ ഐസ് ക്യൂബ്സും വാങ്ങി അതിനകത്ത് അങ്ങോട്ട് ഇടും. ഇത് വളരെ വളരെ തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അവിടെ
മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഊഷ്മാവുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ്. അതിനേക്കാളും കൂടുതലായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കുറവായാലും പ്രശ്നമാണ്. ഈ ടെമ്പറേച്ചർ സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ്. ഒരുപാട് തണുത്തത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ കുടിക്കാനാണ് പറയുന്നത്. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ ഒരു ഊഷ്മാവില്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് റൂം ടെമ്പറേച്ചർ. ഇപ്പം റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതാണ് ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഊഷ്മാവ്. നമ്മൾ പ്ലെയിൻ വാട്ടർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള വെള്ളം കുടിക്കുക. ഇനി കുറച്ച് ചൂടുവെള്ളം കുടിക്കുന്നതല്ലേ കുഴപ്പമൊന്നുമില്ല. സ്ലൈറ്റ് വാം വാട്ടർ കുടിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഒരുപാട് ചൂടുള്ള വെള്ളം കുടിക്കരുത്, അതും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കും. ഇതിലേറ്റവും രസമുള്ളൊരു കാര്യമേ, നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കുന്ന ഒന്നാണ്. ബ്രെയിൻ എപ്പോഴും ഇഷ്ടം, ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ സുഖം തരുന്ന കാര്യങ്ങളോട് ഒരുപാട് താല്പര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ തണുപ്പുള്ള വെള്ളം കുടിക്കാൻ തോന്നുന്നത് എപ്പോഴും. ആദ്യമായിട്ട് നമ്മൾ ഫ്രിഡ്ജൊക്കെ വാങ്ങിയപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ കുപ്പി കണക്കിന് തണുത്ത വെള്ളം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണ സാധനങ്ങളൊന്നും കുഞ്ഞുനാളിൽ അധികം ഒന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഗുണമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് നമുക്ക് ദേഷ്യം വരും, അവിടെ ഇവിടെയൊക്കെ ഫ്രിഡ്ജുണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രമില്ല. പക്ഷേ ഇന്നത് ആലോചിക്കുമ്പോൾ മാതാപിതാക്കളോട് ഒരുപാട് കടപ്പാട് തോന്നാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് തോന്നാറുണ്ട്. അന്ന് ഞങ്ങളുടെ കിഴക്ക് ഭാഗത്തുള്ള വീട്ടിൽ ഫ്രിഡ്ജുണ്ട്. അവർ വളരെ നല്ല ആളുകൾ, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവർ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയുണ്ട്, ചെറിയ ഡൊണേഷനൊക്കെ വേണമെങ്കിൽ വല്ല കൂപ്പൺ വിൽക്കാനൊക്കെ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ദാഹം വരും, തണുത്ത വെള്ളം കുടിക്കാനാണ്. അങ്ങനെ ഞാൻ കുറേ തണുത്ത വെള്ളം അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് തണുത്ത വെള്ളം കുടിക്കാൻ നമുക്ക് കൊതിയാവും, വല്ലാത്ത മോഹം തോന്നും. അത് ബ്രെയിനിൻ്റെ പണിയാണ്. അപ്പം നമ്മുടെ മനസ്സ് ഇടപെടണം, മനസ്സത് നിയന്ത്രിക്കണം. നമ്മുടെ ശരീരത്തിന് അത് ഹാനികരമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. ആ ഒരു കൺട്രോൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മിസ്റ്റേക്ക് നമ്പർ 7, വെള്ളം കുടിക്കുമ്പോൾ അത് ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്താറുണ്ടോ? അങ്ങനെ ഉറപ്പുവരുത്താതെ കുടിക്കുന്നത് വലിയൊരു തെറ്റാണ്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, എവിടെയുള്ള വെള്ളമോ അവർ കുടിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർക്ക് ദാഹം വരുമ്പോഴേ എവിടെയെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഇരിക്കുന്നത് കണ്ടാൽ അതങ്ങ് എടുത്ത് കുടിക്കും. നമുക്കറിയില്ല ഇത് ആര് കൊണ്ടുവന്ന് വെച്ച വെള്ളമാണ്, ഇത് എത്ര ദിവസമായി. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം കുപ്പിയിൽ ഇങ്ങനെ നല്ല വെള്ളം ഇരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് അപ്പം തന്നെ പറഞ്ഞു, എടുത്ത് കുടിച്ചേക്കല്ലേ, അത് ബാറ്ററി വാട്ടറാണ്. അങ്ങനെ അബദ്ധം പറ്റിയവരുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ ഫിൽറ്റേർഡ് വാട്ടറേ കുടിക്കാറുള്ളൂ. ഇവിടെ പ്രശ്നമുള്ളത് എന്താണെന്നോ, നമ്മുടെ ശരീരത്തിന് വേണ്ട മിനറൽസ് നമുക്ക് കിട്ടേണ്ടത് വെള്ളത്തിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ മിനറൽസ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. സാധാരണ പറയാറുള്ളത് നമ്മൾ അരുവിയിൽ നിന്നും കിണറ്റിൽ നിന്നും അല്ലെങ്കിൽ ശുദ്ധജല തടാകങ്ങളിലോ നദിയിൽ നിന്നോ നേരിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൽ മിനറൽസ് ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നടപ്പില്ല. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ക്ലോറൈഡ് ഇതൊക്കെയാണ് മിനറൽസ്. ഈ മിനറൽസ് ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് തിളപ്പിച്ച വെള്ളത്തിൽ ഉണ്ടാകുമോയെന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മിനറൽസുള്ള നാച്ചുറൽ ഫുഡ് കഴിച്ചാൽ മതി. വാഴപ്പഴം കഴിച്ചാൽ സോഡിയം, പൊട്ടാസ്യം ഒക്കെ അതിനകത്തുണ്ട്. നട്ട്സിൽ മഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ എല്ലാ ഭക്ഷണ സാധനങ്ങളും മിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മിനറൽസ് കിട്ടും. അപ്പം എന്തായാലും ശുദ്ധജലം കുടിക്കുക എന്നുള്ളത് ഉറപ്പാക്കണം. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വെള്ളം കുടിക്കണം, അതിനെക്കുറിച്ചൊക്കെ ശരിയായിട്ടുള്ള ധാരണയുണ്ട്. പക്ഷെ വെള്ളം എങ്ങനെ കുടിക്കണമെന്നുള്ള ഒരു ധാരണ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ പഠിക്കുമ്പോഴും വെള്ളം കുടിക്കണം, അതെല്ലാവരും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് കുടിക്കേണ്ടത്, അതിലെന്തൊക്കെ തെറ്റുകൾ വരാം, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അത്രയൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ തെറ്റുകളെക്കുറിച്ച് ഞാൻ അവെയറായത്. ഈ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് വളരെ സിമ്പിളാണെന്ന് മാത്രമല്ല, ഇത് തിരുത്തിയാൽ കിട്ടുന്ന ഒരു റിസൾട്ട് വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 7 ദിവസത്തിനകം നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷം. പിന്നെ പ്രയോജനപ്പെടും എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ തരുന്ന എല്ലാ നല്ല കമൻസിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.